ഓർമ്മയുണ്ട്, ഞാൻ മിക്ക സിനിമകളും ഫസ്റ്റ് ഡേ കണ്ട ആളാണ്. മണിച്ചിത്രത്താഴ്, ബോംബെ, പിന്നെ ജെന്റിൽമാൻ, പിന്നെ കളിപ്പാട്ടം, പിന്നെ ഇങ്ങനെ പറയുന്ന സൂര്യൻ, ഇങ്ങനെ പറയുന്ന മിക്ക സിനിമകളും ഞാൻ ഫസ്റ്റ് ഡേ പോയിരുന്ന് കാണുമായിരുന്നു. കാരണം ആ നമ്മുടെ എനർജിയുടെ സിനിമയായിരുന്നു. എക്സൈറ്റ്മെന്റ് ആ ഫസ്റ്റ് ഡേ കിട്ടുന്ന മാജിക് ആയിരുന്നു. ഒന്നും അറിയത്തില്ല ബ്രോ. ആകെ വരുന്ന ഒരു പോസ്റ്ററിൽ ഒരു പടം വരും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പടം കാണും. ആ പടത്തിൽ കണ്ടിട്ട് നമ്മൾ പലതും ചിന്തിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മമ്മൂട്ടി ഇങ്ങനെ ആയിരിക്കും, മോഹൻലാൽ പല പ്രതീക്ഷകൾ വെച്ച് തിയേറ്ററിൽ ചെല്ലും. ചിലപ്പോൾ ആ പ്രതീക്ഷയെക്കാളും മുകളിലായിരിക്കും, ചിലപ്പോൾ പ്രതീക്ഷയുടെ താഴെ ആയിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ അനീതിപ്രാവ് ഞാനൊരു 6-7 പ്രാവശ്യം പോയി കണ്ടു. കോളേജ് പഠിക്കുന്ന സമയമാണ്, നമ്മുടെ കാലഘട്ടം അതാണ്, പ്രേമ കാലഘട്ടം അങ്ങനെയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അനീതിപ്രാവ് കാണാൻ വേണ്ടി പല തിയേറ്ററിൽ പലയിടത്ത് പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് അനീതിപ്രാവ് കാണാൻ ചെല്ലുമ്പോൾ തിയേറ്ററിൽ വലിയ തിരക്കില്ല. ഫസ്റ്റ് ഡേ നമ്മൾ അനീതിപ്രാവ് കൊല്ലം ഗ്രാൻഡിലായിരുന്നു. കൊല്ലം ഗ്രാൻഡിൽ ചെന്ന് തിയേറ്ററിൽ ഇരുന്ന് പടം കാണുമ്പോൾ അധികം ആൾക്കാരെ തിയേറ്ററിലില്ല. മനസ്സിലായി? കാരണം എന്താ വെച്ചാൽ അന്ന് ആ പടത്തിന് അത്ര വലിയ പുതിയ നായകൻ വരുന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു ബ്രോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ വാക്മാൻ തന്നെ അന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമാണ്. കാരണം വാക്മാനൊക്കെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ വെച്ച് ഇത്രയും വലിയ സിസ്റ്റത്തിൽ കേൾക്കുന്ന സാധനം എന്റെ ചെവിയില്ല കൊണ്ട് നടക്കുന്നു. ഇന്നിപ്പോ അതൊക്കെ പറയുമ്പോൾ വളരെ ബാലിശമായി തോന്നുമെങ്കിലും അല്ലേ, അന്ന് അത് കിട്ടുമ്പോൾ അബ്സല്യൂട്ട്ലി. ഞാൻ ഈ വാക്മാൻ ഒക്കെ എടുത്തിട്ടേ ഇങ്ങനെ പോക്കറ്റ് വെച്ചിട്ട്, എനിക്ക് ആദ്യം ഞാൻ കോളേജിൽ മാഗസിൻ എഡിറ്റർ ആയിരുന്നു. അപ്പൊ ഈ മാഗസിൻ എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ഫണ്ട് കിട്ടും. ഈ ഫണ്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ഒരു സാധനത്തിലും അടിച്ചു മാറ്റിയിട്ടില്ല. ഈ ഫണ്ടിൽ ഞാൻ ഇച്ചിരി അടിച്ചു മാറ്റിയതിന്റെ കാര്യം വെച്ചാൽ എനിക്കൊരു വാക്മാൻ മേടിക്കണം. പക്ഷെ ഈ വാക്മാൻ കൊണ്ട് കോളേജ് ചെന്നപ്പോൾ എല്ലാവരും മനസ്സിലായി അത് വേറെ സത്യം, ഫണ്ടിൽ അടിച്ചു മാറ്റിയത്. അപ്പൊ ആ വാക്മാൻ വെച്ച് ചെവിയിൽ ഇങ്ങനെ വെച്ച് ബസ്സിലും കാറിലും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആൾക്കാരെ നമ്മളിങ്ങനെ എല്ലാവരും നോക്കും. ഇപ്പൊ തന്നെ നമ്മള് കുറെ ആദ്യകാലമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഐഫോണുമായിട്ട് ഞാൻ നാട്ടിച്ച സംഭവം, ഫസ്റ്റ് ഐഫോൺ, അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഈ ഐഫോൺ ആദ്യ ഐഫോൺ. അപ്പൊ ഈ ഐഫോണുമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒബിയസ്ലി നാട്ടിലുണ്ട്. ഈ ഐഫോണുമായിട്ട് ഞാൻ നാട്ടിൽ ചെന്നപ്പോ പല ആൾക്കാരും എന്നെ നോക്കുമായിരുന്നു. ആ കാലഘട്ടമൊക്കെ ഇന്ന് മാറി, ഇന്ന് എല്ലാവർക്കും അബണ്ടൻസ്. അതെ 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 ഐഫോൺ ഫസ്റ്റ്. ഞാൻ കറുത്ത കളറിൽ ആ ഒരു ആപ്പിളിന്റെ പടമൊക്കെ, ആ പടമൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ അതൊക്കെ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഐഫോൺ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു കാര്യമേ ഇല്ല അല്ലേ. ഇപ്പൊ വേറെ ഒന്നും വേണ്ട. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഐഫോണൊക്കെ എടുക്കുമ്പോൾ അന്ന് യൂട്യൂബ് ഒക്കെ നമ്മൾ സജീവമായി തുടങ്ങുന്നില്ല. ഇപ്പൊ ഒരുപാട് പേര് എല്ലാ ഇൻഫർമേഷനും ഇടുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഐഫോണിൽ ഇങ്ങനെ മറ്റേ 3 പേരിൽ ടച്ചാകുമ്പോൾ മറ്റേ സൂമായി പോകുമല്ലോ. ഇതായിട്ട് ഇത് എങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞൂടെ, ഇത് അറബി ചോദിക്കാനാണ്. പിന്നെ കടയിലും പിന്നെ പലതും കുത്തി നോക്കി നമ്മൾ പഠിക്കുന്ന പരിപാടി. ഇന്നിപ്പോ എന്ത് ഈസിയാണ് അല്ലേ എല്ലാത്തിനും ആക്സസും കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് എന്റെ മനസ്സിൽ എന്റെ ആദ്യ ഓർമ്മ ടെലിഫോൺ, മൊബൈൽ ഫോൺ. ഞാൻ കോട്ടയത്തുനിന്ന്, അന്ന് കോട്ടയത്താണ് പഠിക്കുന്നത്. അപ്പൊ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് കോട്ടയത്ത് പോകും. 2.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പൊ നമ്മൾ ഈ പിന്നെ ബസ്സിൽ നല്ല തിരക്കായിരിക്കും രാവിലെ. തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച രാവിലെയാണ് പോകുന്നത്. അപ്പൊ ഞായറാഴ്ച വരെ വീട്ടിൽ വന്ന് നിന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ബസ്സിൽ കയറി പോകും. അപ്പൊ ബസ്സിൽ നല്ല തിരക്ക്, ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ ബസ് പതുക്കെ മുന്നിലോട്ട് എടുക്കുന്നു. ഒരാൾ ഒരു സാധനം ഇങ്ങനെ എടുക്കുന്നു, വലിയൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ചുടുകട്ട എടുത്തിട്ട്, ചുടുകട്ടയുടെ ഇങ്ങനെ ഒരു ഒരു വലിയൊരു കമ്പി പോലൊരു സാധനം ആന്റിന ഇങ്ങനെ വന്നിരിക്കുന്നു. ഇയാളെടുത്ത് ഇങ്ങനെ ചെവിയിൽ നോക്കുന്നു, ഹലോ എന്ന് പറയുന്നു. ബസ് മൊത്തം സൈലന്റ്. എറിക്സന്റെ എങ്ങാണ്ട് ഫോണാണ് ആ കാലഘട്ടത്തിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാരും ഇങ്ങനെ നോക്കാണ്, ഇതെന്താണ് സംഭവം, അവന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്. അത് ഒരു വല്ലാത്ത ഒരു മൊമെന്റ് ആയിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഫോൺ കണ്ട ഒരു സംഭവം, ഹലോ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട്. ഇതെങ്ങനെ വയറില്ല, കണക്ഷൻ ഇല്ല, ഇതെങ്ങനെ സംഭവിക്കുന്നു അല്ലേ, വലിയ കൗതുകമാണ് അല്ലെ. ഇതുപോലെ തന്നെ ബ്രോയ്ക്ക് ഓർമ്മ ഉണ്ടെന്നല്ലേ, അന്ന് എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്. കൊച്ചു പയ്യന്മാരൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പം ഒരു വാക്മാൻ ചീത്തായി പോയി, TV നമ്മളങ്ങ് തുടങ്ങും സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത്. എനിക്ക് ഓർമ്മ എന്റെ കമ്പ്യൂട്ടർ അങ്ങ് തുറന്നു വരുത്തിയിട്ട് എന്തിനാണെന്ന് ശരിക്കും ഇത് ഊരിയിട്ട് ഇത് കുത്തിയാൽ ചിലപ്പോൾ ശരിയാവും. വളരെ ശരിയാണ്. വളരെ ടേപ്പ് റെക്കോർഡർ, അതുപോലെ തന്നെ പിന്നെ കാസറ്റുകളൊക്കെ റിപ്പയർ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. കുരുങ്ങിയ കാസറ്റുകൾ റിപ്പയർ ചെയ്യാൻ എത്രയോ സമയം നമ്മൾ കളഞ്ഞെന്ന് ഓർക്കുമ്പോൾ. പിന്നെ ഈ കറണ്ട് ഒക്കെ അല്ലെ, ഈ കറണ്ട് അടിക്കുന്ന പരിപാടി എനിക്ക് ഓർമ്മയുണ്ട്. അടിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ പോയി വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആരും അന്ന് ഇവിടെ ഇന്നിപ്പോ കറണ്ടടിച്ച ഇവിടെ ഇപ്പൊ കറണ്ടടിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ ആൾക്കാര് ഫോണിൽ വിളിച്ച് 111 വിളിച്ചു. എക്സാക്ട്ലി. അതൊക്കെ ഒരു കാലഘട്ടമാണ് ബ്രോ. പറഞ്ഞു തുടങ്ങി എനിക്ക് ഒരുപാടുണ്ട്. സത്യം പറഞ്ഞ ഇത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം അല്ലേ. അബ്സല്യൂട്ട്ലി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല എക്സ്പീരിയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു 1970s കിഡ്സോ ഒരു 1990s കിഡ്സോ ഒക്കെയാണ്, ഞങ്ങൾ മറന്നു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സാക്ട്ലി നിങ്ങളും പറയാ.
അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതോടൊപ്പം ഒരു പ്രധാന കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളുടെ ഫോളോവേഴ്സ് അല്ല. നമ്മളെ വാച്ച് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബട്ട് നിങ്ങൾ ഫോളോവേഴ്സ് അല്ലാത്തവരാണ്, നമ്മളെ വാച്ച് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. കാരണം ഇന്നും നാളെ ഒന്നും നമ്മൾ പോവില്ല. നമ്മൾ എന്നും ഇവിടെ കാണും. നിങ്ങളുടെ ലോയൽ സെർവൻസ് ആയിട്ട് അല്ലേ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാവും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ മേളിലൊരു ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സോ ലെറ്റ്സ് ടൈം. താങ്ക് യു.